സാധിച്ചു. അതുപോലെ മികച്ച സാമ്പത്തിക നേട്ടവും ഈ കാലയളവിൽ ഉണ്ടായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ദി ജോബ് സെക്യൂരിറ്റി ആൻഡ് ഷുഗർ സാലറി ഷുഗർ ടീംസ് വെരി അമേസിംഗ് കമ്പയർ ടു അതർ. കമ്പനിയിൽ ജോലി ചെയ്യാൻ അവസരം തന്ന ആർടി ഗ്രൂപ്പ് മാനേജ്മെന്റിനും ടെക്നിക്കൽ സാറിനും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശ്രീ രവിപിള്ള ഇന്ന് ലോകമാകെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. പക്ഷേ അദ്ദേഹം കൊല്ലത്ത് ചവറയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയാണ് ഇന്ന് ലോകമാകെ അറിയുന്ന ഒരു വ്യവസായ പ്രമുഖനായി വളർന്നു വന്നിട്ടുള്ളത്. അത് ഒരു ദിവസത്തെ ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല. ദീർഘകാലത്തെ സമർപ്പിത പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇത്തരമൊരു വലിയ വളർച്ച കൈവരിച്ചത്. എന്നാൽ അപ്പോഴും എപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരെയോ സ്വന്തം നാടിനെയോ ഒന്നും അദ്ദേഹം മറന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചടങ്ങിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നത്. പ്രവാസി മലയാളിയായി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലെയും പ്രവാസ ലോകത്തെയും മലയാളികളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. ആ ചുമതല സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് വലിയ സേവനമാണ് അദ്ദേഹം നൽകി വരുന്നത്. കുവൈറ്റ് ദുരന്തത്തിൻ്റെ, പ്രളയത്തിൻ്റെ, കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഈ നാട് അദ്ദേഹത്തിൻ്റെ കരുതൽ സ്പർശം അറിഞ്ഞിട്ടുണ്ട്. കേരളത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലിന് ഈ നാട് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാർഷിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ രവിപിള്ളക്ക് വാണിജ്യ വ്യവസായ മേഖലയോടായിരുന്നു താല്പര്യം. അങ്ങനെയാണ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കടം വാങ്ങിയ പണം കൊണ്ട് ചിട്ടി കമ്പനി ആരംഭിച്ചു. അതാകട്ടെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശാസ്താംകോട്ട DB കോളേജിൽ പഠിക്കുന്ന ആ ഘട്ടത്തിലാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത്. കോമേഴ്സിൽ ബിരുദമെടുത്ത ശേഷം കൊച്ചിയിലേക്ക് താമസം മാറ്റിയ രവിപിള്ള ഈവനിങ് ക്ലാസ്സുകളിൽ ചേർന്ന് MBA പഠനം ആരംഭിച്ചു. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫാക്ടറിയിലെ എഞ്ചിനീയർമാരിൽ നിന്നാണ് കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ ക്രമേണ അതിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഫാക്ടറിൻ്റെയും വെള്ളൂർ ന്യൂസ് മില്ലിൻ്റെയും ഒക്കെ കരാറുകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ $25,000 മൂലധനവുമായി സൗദി അറേബ്യയിലെ അൽ ഖുബാറിലേക്ക് കുടിയേറിയത്. 150 ജീവനക്കാരുടെ ടീമുമായി തുടങ്ങിയ രവിപിള്ളയുടെ കമ്പനിയിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തോളം ജീവനക്കാരുണ്ട്. റിയാദ് വിമാനത്താവളത്തിൻ്റെ റോയൽ എയർ ടെർമിനൽ മുതൽ മിഡിൽ ഈസ്റ്റിലെ ആധുനിക എണ്ണ വാതക പ്ലാന്റുകളുടെ വരെ നിർമ്മാണം അദ്ദേഹം ശ്ലാഘനീയമായ നിലയിൽ നിർവഹിച്ചു. സൗദി അരാങ്കോ മുതൽ ഖത്തർ എനർജിയുടെ വരെയും എക്സോൺ മോബിൽ തുടങ്ങി ഷെൽ വരെയുമുള്ള ലോകോത്തര കമ്പനികൾ അദ്ദേഹത്തിൻ്റെ
സേവനങ്ങൾ പ്രയോജനപ്പെടും. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ആധുനിക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറ പാകുന്നതിലും വലിയൊരളവിൽ പങ്കുവഹിക്കാൻ രവിപിള്ളക്ക് കഴിഞ്ഞു. സത്യസന്ധവും വിശ്വസ്തവുമായ മാർഗങ്ങളിലൂടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലെ വ്യവസായ പ്രമുഖരായി ഉയരുമ്പോൾ ആ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് അതിലൂടെ കാണുന്നത്. ആദരസൂചകമായി ഉത്തരീയം ചാർത്തുകയും ചെയ്യുകയാണ്. ഡോക്ടർ രവി പിള്ള രചിക്കുന്ന ആത്മകഥ രവിയാനം, ഇതിൻ്റെ കവർ പേജ് പ്രകാശനം ചെയ്യാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻ പിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം അദ്ദേഹം നിർവഹിക്കുക. ശ്രീ ശ്രേംസ് കുമാറിന്റെ സാന്നിധ്യം കൂടി ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. മാതൃഭൂമി ഡെയിലിയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി. Thank you.